അസ്സലാമലൈക്കും. ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് വെള്ളപ്പോളം ഉണ്ടാക്കാൻ വേണ്ടി അരി അരക്കാനാണ് പോകുന്നത്. 2 കിലോന് അരിയാണിത്. 2 കിലോ അരിക്ക് 10 കയ്യിൽ ചോറ്. 2 കിലോന് അരിക്ക് 10 കയ്യിൽ ചോറും ഒരു 4 ചെറിയ സ്പൂണ് ഉഴുന്നരിപ്പാന്നിട്ട് സ്പൂണ് കാണിച്ചു തരാം. ഒരു 4 സ്പൂണ് ഉഴുന്നരിപ്പാന്നിട്ട് 2 കിലോ അരിക്കാൻ. ഈ കയ്യിൽ 10 കയ്യിൽ ചോറ്, 10 കയ്യിൽ ചോറോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുക്കുന്ന കാണിച്ചിട്ടില്ല. ഓരോ വീഡിയോയിൽ കാണിച്ചാൽ എൻ്റെ വീഡിയോൻ്റെ അടുത്തുണ്ട്, അത് നോക്കിയാൽ തിരിയും. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല, ചോറും ഉഴുന്നരിപ്പ് മാത്രമാണ്. നല്ല അടിപൊളി പോളയായിട്ട് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും പോള ശരിയാവും. ഇനി ഇത് അരച്ചെടുക്കാം. അരച്ചിട്ട് ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അരച്ച് കുടുക്കയിൽ പറഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണി 3 മണിയാകുമ്പോൾ അരി കൊണ്ടു കൊടുക്കാൻ. നിങ്ങൾക്ക് അങ്ങനെ പുളിക്കണമെന്നുണ്ടെങ്കിൽ, പോള ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പഴയ കുടുക്ക ഉണ്ടാവുമല്ലോ, ആ കുടുക്ക ഉണ്ടാക്കണം. പോള ഇടാൻ തീരുമാനമുണ്ടെങ്കിൽ ആ കുടുക്കയിൽ കഞ്ഞം വെള്ളം ഒഴിച്ചൊക്കെ ഒരു ദിവസം. എന്നിട്ട് ആ വെള്ളം അങ്ങ് മറിച്ച് കളഞ്ഞിട്ട് നമ്മൾ അരി അരച്ച് പോർന്നാൽ മതി. എന്നാൽ അരി പോളേൻ്റെ അരി പൊന്തിക്കോളും. അല്ലാണ്ട് വേറെ ഒന്നും ചേർക്കണ്ട. ഈസ്റ്റും ചേർക്കണ്ട, പഞ്ചസാരയും ചേർക്കണ്ട, പപ്പടം ചേർക്കണ്ട, തേങ്ങ വെള്ളം ചേർക്കണം, ഒന്നും ഞാനൊന്നും ചേർക്കുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഞാൻ വളവട്ടണം കണ്ണൂരും തളിപ്പറമ്പും എവിടെയൊന്ന് വിളിച്ചിടത്തേക്ക് കൊണ്ടുകൊടുക്കും. ഇപ്പോൾ ആദ്യം കൊണ്ടുകൊടുക്കലാണ് വളവട്ടണം. ഇപ്പോൾ ഈ വർഷം വീട്ടിലേക്ക് എടുക്കാൻ വരും നാൾ. അരി അരക്കാൻ നോക്കട്ടെ. അരി അരച്ചെടുക്കാം. അരി അരക്കട്ടെ. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഈ കുടുക്കയിലേക്ക് പോകാം. ബാക്കി അരച്ചെടുക്കാം. ഞാൻ ബാക്കിയെല്ലാം അരച്ചെടുക്കട്ടെ. ഞാൻ ആദ്യം കുറച്ച് വേറെ കുടുക്കയിൽ കുറച്ച് അരച്ചെടുത്തിന് ഇവിടെ കുടുക്കയിൽ പോർന്ന് വെച്ചിട്ടുണ്ട്. ഇതിനെ വീഡിയോയിലത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിച്ചത്. ഏകദേശം അരി അരച്ച് തീരാനായി. കുറച്ചും കൂടെ ഉണ്ട്. പോരാ. ഇങ്ങനെ അരച്ച് ചുട്ടാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോള കിട്ടാൻ. അരി രുചിയോടെ ഈസ്റ്റ് കൂട്ടിയാൽ രുചി മാറും. ഇങ്ങനെ അരച്ച് ചുട്ടൊക്കെ അരി അരച്ച് കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് ഉപ്പിട്ടിട്ട് കലക്കി വെക്കാം. ഇത്ര ഉപ്പ് ഇടുന്നത് 2 കിലോ അരിയാണ്. കയ്യിലോടൊക്കെ ഇനി അത് കുറച്ച് ഒന്നിക്ക് 2:30-3 മണിയാകുമ്പോൾ അത്താഴത്തിന് നീക്കുമ്പോഴേക്ക് അരി കൊണ്ടു. അല്ലെങ്കിൽ 4 മണിയെല്ലാം കഴിഞ്ഞിട്ടേ കൊണ്ടു. അരി പൊന്തിയിട്ടുണ്ട്. ചൂടാൻ തുടങ്ങിയിട്ട് പച്ചമ്പഴ വെള്ളം ചൂടാകുന്നുണ്ട്. പോളൻ്റെ മാവിൻ്റെ പൊന്തിയിട്ടുണ്ട്. കൊടുക്കാം. വെള്ളം ചൂടാണ്. കൂട്ടിയിട്ടുണ്ട്.
മൂന്ന് മിനിറ്റ് ഓളായിട്ടെടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ വെക്കണം, പാത്രത്തിലാക്കി. എന്താ പദം പേസ്റ്റൊന്നും കൂട്ടണ്ട, പേസ്റ്റൊന്നും കൂട്ടാണ്ട് നല്ലതാണ്. പേസ്റ്റും കൂട്ടണ്ട, തേങ്ങാപ്പാലും തേങ്ങയുടെ വെള്ളവും വേണ്ട, പിന്നെന്താ പപ്പടം വേണ്ട, പഞ്ചസാര വേണ്ട, അങ്ങനത്തെ ഒന്നും ചേർക്കാൻ. വെറും ഉഴുന്നുപരിപ്പും ചോറും അരിയും മാത്രം മതി. അതിനകത്ത് നമ്മളെ പോലെ കണ്ടീഷണർ നിങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ പറഞ്ഞ പോക്കിൽ എല്ലാവരും ചുറ്റി നോക്കി എന്തായാലും ശരിയാവും. വെള്ളത്തിൽ കളിയാൻ വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെച്ചിട്ട് എനിക്ക് ഓളെ പോരാൻ. അങ്ങനെ പോള കിട്ടിയിരുന്നു. കളിയാകത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞത്തിന് പാത്രത്തിലേക്ക് മാറ്റണം. നമ്മളെ പോള ചുട്ട് കഴിഞ്ഞ് ഇനി പാക്കറ്റാക്കാം.